നമ്മുടെ രാജ്യം വലിയൊരു രാജ്യമാണ്. ലോകത്തിലെ വൻകിട രാഷ്ട്രങ്ങളിലൊന്നാണ്. പക്ഷേ 1947 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ നമുക്ക് ഇപ്പോഴും രാജ്യത്തിലെ ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. വലിയ ദരിദ്രാവസ്ഥ രാജ്യത്ത് നിലനിൽക്കുന്നു. നേരെ ചൊവ്വേ ആഹാരം കഴിക്കാൻ കഴിയാത്തവർ, അതിനുള്ള വരുമാനമില്ലാത്തവർ രാജ്യത്ത് കോടികളാണ്. ലോകരാഷ്ട്രങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയാൽ ആ പട്ടികയിൽ ഏറ്റവും അവസാനത്തെ പേരുകളിലാണ് ഇന്ത്യ ഉൾപ്പെടുന്നത്. അത്രയധികം പട്ടിണിയും ദാരിദ്ര്യവും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. ഇവിടെ കോർപ്പറേറ്റുകൾ തടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ പാപ്പരീകരിക്കപ്പെടുന്നു. കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നയസമീപനങ്ങൾ അങ്ങേയറ്റം ജനദ്രോഹപരമായിട്ടുള്ളതാണ്. ആ ജനദ്രോഹപരമായ നടപടികൾക്കെതിരെ സ്വാഭാവികമായി ജനങ്ങളുടെ പ്രതിഷേധമുയരും. കടുത്ത വിലക്കയറ്റം, വലിയ തോതിലുള്ള ദാരിദ്ര്യം, സാധാരണ നിലയിലുള്ള ജീവിതം നയിക്കാൻ കഴിയാത്ത സാഹചര്യം, ഇതിനെല്ലാം എതിരെയുള്ള വലിയ പ്രക്ഷോഭം സ്വാഭാവികമായി നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരും. ആ ദുരിതങ്ങൾ, അവയെക്കുറിച്ച് ജനങ്ങൾ ചിന്തിക്കാൻ ഇടവരുന്നത്, അവരുടെ ചിന്തയെ തന്നെ മാറ്റിക്കളയുക, അതാണ് വർഗീയ സംഘർഷങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ശത്രുവിനെ സൃഷ്ടിക്കുക, ഒരു ശത്രുവിനെ സൃഷ്ടിച്ചുകൊണ്ട് ആ ശത്രുവിനെതിരായ വികാരം, അതിൽ മാത്രം ആളുകളെ തളച്ചിടാൻ നോക്കുകയാണ്.